ഹായ് കുട്ടീസ്, നമുക്ക് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നുന്ന ചാർട്ടാണ് ഇത്. നമ്മുടെ കോഡോൺസും അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന അമിനോ ആസിഡ്സും. പലപ്പോഴും വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കോഡോൺസ് നമുക്ക് അവിടെ കോഡോൺസിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ ഉള്ള സ്റ്റാർട്ട് കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ, അതുപോലെ ഫിനീലലാനിന്റെ യു എന്ന് പറയുന്ന കോഡോൺ, ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ദ ഹോൾ സെറ്റ് ഓഫ് കോഡോൺസും അതിന്റെ അമിനോ ആസിഡ്സും ബൈ ഹാർട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ആവശ്യമായി വരും. കാരണം ഇൻ സം ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഗെറ്റ് എ മിക്സ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാവുന്ന വെച്ച് നമുക്ക് മാത്സ് ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാനും പറ്റും. എങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഫുൾ ചാർട്ടിനെ അതിന്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സും കോഡോൺസും പഠിക്കാനുള്ള ഒരു ഈസി കോഡാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും റിലവൻ്റ് ആയിട്ട് വരുന്ന അമിനോ ആസിഡും അതിന്റെ കറസ്പോണ്ടിങ് കോഡോണും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് എത്ര കോഡോൺസ് ആണുള്ളത് മക്കളെ? നമുക്കറിയാം, നമ്മുടെ ജോർജ് ഗാമോ ആണ് പറഞ്ഞത് നമുക്ക് 4 ബേസസ് ഉണ്ട് ഇൻ ആൻ RNA, വിച്ച് ഇസ് യുറാസിൽ, അഡിനിൻ, യു ഹാവ് ഗ്വാനിൻ, യു ഹാവ് സൈറ്റോസിൻ. അപ്പൊ ഈ 4 ബേസസിനെ നമുക്ക് 4:3 എന്ന രീതിയിൽ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സംതിങ് അറൌണ്ട് 64 കോഡോൺസ്. അതിൽ 61 കോഡോൺസ് അമിനോ ആസിഡിനും 3 സ്റ്റോപ്പ് കോഡോൺസും. എന്നാൽ ഓൾ 64 കോഡോൺസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ദേ നമ്മൾ ഈ കാണുന്ന ചാർട്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ചാർട്ടിന് പ്രോപ്പറായി നമുക്ക് കറക്റ്റ് അലൈൻമെന്റിൽ എഴുതുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബേസസിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോഡോൺസ് കിട്ടും. പക്ഷെ പ്രശ്നം കറക്റ്റ് അലൈൻമെന്റിൽ ചെയ്താൽ മാത്രമേ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന NCERT ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ എഴുതി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അലൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ അലൈൻ ചെയ്യും? നമുക്ക് 4 ബേസസ് ഉള്ളതിനെ ദേ ഈ ഒരു ഓർഡറിലാണ് അലൈൻ ചെയ്യാനുള്ളത്. UCAJ. നിങ്ങൾ AJ സാറിനെ കണ്ടോ? UCAJക്ക് പകരം G ആണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. UCAG. ഇനി ഈ രീതിയിൽ നമുക്ക് ഈ ചാർട്ട് എങ്ങനെയാണ് മേക്ക് ചെയ്യാളെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് എപ്പോഴും വരുന്നത് ഡൗൺവേർഡ്സ് ആണ്. UCAG. ഇനി സെക്കൻഡ് നമുക്ക് കൊടുക്കുക ഹൊറിസോണ്ടൽ ആണ്. UCAG. ആൻഡ് ദെൻ നമുക്ക് ഈ സൈഡ് കോളംസ് ആണ് എഴുതാനുള്ളത്. തേർഡ് നമ്മൾ ഇവിടെയാണ് കൊടുക്കുക. പക്ഷെ അത് എഴുതുന്ന മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് കോളം ചെയ്യും. അപ്പൊ ഞാൻ കോളം ചെയ്യാൻ പോവാണ്. CAG, UCAG. Now you have the third one, UCAG. ഓരോ കോളത്തിലും UCAG, UCAG, UCAG. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോളം മാത്രം മിസ് ഫില്ല് ചെയ്ത് തരാം. അതിനുശേഷം പോസ് ചെയ്ത് നിങ്ങൾ ഫുൾ കോളവും ഫില്ല് ചെയ്യണം കേട്ടോ. സോ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുക? ഫസ്റ്റ് ഹൊറിസോണ്ടൽ വരുന്നത്, രണ്ടാമത് വെർട്ടിക്കൽ വരുന്നത്, മൂന്നാമത് U. സോ ഇറ്റ്സ് വെരി ഈസി. കാരണം നമുക്ക് യു ആദ്യം ആഡ് ചെയ്യാം, എന്നിട്ട് UCAG. ഇനി സെക്കൻഡ് കോളം ആവുമ്പോഴോ ഇറ്റ് ഇസ് CU, UCAG. UCAG. സോ ലൈക്ക് ദാറ്റ് നിങ്ങൾ എല്ലാ കോളവും ഒന്ന് പോസ് ചെയ്ത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഫുള്ള് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ കോഡോണും ഒരു സ്പെസിഫിക് അമിനോ ആസിഡിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മുടെ NCERT കോഡോൺസിന്റെ സ്പീച്ചേഴ്സ് പറയുന്ന മേജർ കോഡോൺസ് നമുക്കൊന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം യു എന്ന് പറയുന്നത് ഫിനീലലാനിനെ കോഡ് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ AUG എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോഡോൺസ് ഞാൻ ഇവിടെ എഴുതുകയാണ്. അതുപോലെ നമുക്ക് സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് 3 പേരാണ് വരുന്നത്. UAA, UAG ആൻഡ് UGA. എന്ന ബാക്കിയുള്ള 64 കോഡോൺസ് ഏതാണ്?
അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ 64 കോഡോൺസിനെയും പഠിക്കാനുള്ള കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ 4 കോളംസ് ആയിട്ട് എടുക്കുകയാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, ദിസ് ഇസ് ദ സെക്കൻഡ് കോളം, ദിസ് ഇസ് ദ തേർഡ് കോളം ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് കോളം. ഇവിടെയുള്ള നമുക്കറിയാം ഓരോ കോളംസിലും നമ്മളിങ്ങനെ എഴുതി വരാൻ നേരത്ത് 4 into 4 that is 16 കോഡോൺസ് ആണ് ഓരോ കോളത്തിലും നമുക്ക് വരാൻ പോകുന്നത്. സോ there is in every column നമുക്ക് പറയാം there is 16 കോഡൺ. ഓരോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാർട്ടിലും 16 കോഡോൺസ് ഉണ്ട്. ഇതിനെ സ്പെസിഫിക് ആയി നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഇപ്പോൾ വരയ്ക്കാൻ കൃത്യമായിട്ട് അറിയാം, ഏതൊക്കെയാണ് കോഡോൺസ് എന്ന് എഴുതാൻ അറിയാം. എന്നാൽ ആ കോഡോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് സീ. ദേ 4 റോസ് ആയിട്ട് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇതാണ്, ഫോർത്ത് ഇതാണ്. സോ ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ദ ഡിഫറെന്റ് കോഡോൺസ് ഗിവൺ ഓവർ ഹിയർ. അപ്പൊ കോഡോൺസ് എഴുതാൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എത്ര കോഡോണിലാണ് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് വരുന്നതെന്നാണ് ഈ 2 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക, നമ്പർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ 2 കോഡോൺ UUU ആൻഡ് UUC വിച്ച് ഈസ് ഫോർ ഫിനൈലലാനിൻ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ അടുത്ത 6 കോഡോൺസ്, ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ള അടുത്ത 6 കോഡോൺസ് എന്ന് പറയുന്നത് അടുത്ത അമിനോ ആസിഡിനാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ലൂസിൻ. സോ ദിസ് 2 are for phenylalanine. അപ്പൊ ഇത് ഏത് ഓർഡറിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കുഞ്ഞു കോഡിലേക്ക് നമുക്ക് പോവാട്ടോ. അപ്പൊ ദാ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് കോളത്തില് നമ്മുടെ കോഡ് ഇതൊരു കഥയാണ് കേട്ടോ. ഈ കഥയുടെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു സാറ് ഒരു പെങ്കൊച്ചിനെ ലൈൻ അടിച്ചു. അതിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ആളുടെ കൂട്ടുകാരി ഇതേ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ. ഫസ്റ്റ് കോളത്തിൽ ഇതാണ്, PA ലൂ ഇല്ലേ മീറ്റ് ചെയ്യാൻ വന്നേ. ഓക്കെ, അപ്പോ PA എന്ന് പറഞ്ഞാൽ ഫിനൈൽ അലാനിൻ ആണ്. PA ഫിനൈലലാനിൻ, ലൂസിൻ ലൂ ഇല്ലേ that is isoleucine മീറ്റ് ചെയ്യാൻ മെഥിയോണിൻ ആൻഡ് വന്നേ വാലിൻ. ഓക്കെ, സോ ഫിനൈലലാനിൻ ആദ്യത്തെ 2 കോഡോൺസ് ഫിനൈലലാനിൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് UUU ആൻഡ് UUC. Then if you see the rest of the 6 codons, അത് 6 എണ്ണം ലൂസീൻ ആണ്, ഇല്ലേ ഐസോലൂസിൻ ആണ്. പിന്നെ ഉള്ള 3 കോഡോൺസ് മീറ്റ് ചെയ്യാൻ മെഥിയോണിൻ ആണ് പിന്നെ വരിക. ഒരൊറ്റ മെഥിയോണിനേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഈസ് AUG. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ദാറ്റ് ഈസ് AUG അല്ലേ. Then you have വന്നേ വാലിൻ, ദാറ്റ് ഈസ് ദ റെസ്ഫോർ. അപ്പൊ 16 ആയില്ലേടാ മക്കളെ. ദാറ്റ് 2, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പൊ എല്ലാ കോളത്തിലും 16 കോഡോൺസ് ഉണ്ട്. അപ്പൊ 16 കോഡോൺസിനുമുള്ള കറസ്പോണ്ടിങ് അമിനോ ആസിഡ്സ് നമുക്ക് വരണം. അതിന്റെ നമ്പറിലുള്ള വേരിയേഷൻസ്, ചിലയിടത്ത് കോഡോൺസിന്റെ നമ്പർ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ 2, 6, 3, 1, 4 എന്ന രീതിയിലാണ് കോഡോൺസ് അറേഞ്ച്മെന്റ് വരാനുള്ളത്. അപ്പൊ ഈ നമ്പർ ഓർഡർ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ PA ലൂ ഇല്ലേ മീ ചെയ്യാൻ വന്നേ. PA ഫിനൈലലാനിൻ, ലൂസിൻ, ഇല്ലേ ഐസോലൂസിൻ, മീറ്റ് ചെയ്യാൻ മെഥിയോണിൻ ആൻഡ് വന്നേ വാലിൻ. ഇതിൽ മെഥിയോണിനൊക്കെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ്ലി നോയിങ് ആണ്. ഇനി രണ്ടാമത്തെ കോളത്തിൽ എന്താ പറയുന്നേ? സാർ പ്രൊപ്പോസ് 3 ആലിയ. ഇവിടെ എല്ലാം ഈക്വലി 4, 4, 4, 4. അപ്പൊ അടുത്ത കോളത്തിലുള്ള ഓരോ 4ഉം ഓരോ അമിനോ ആസിഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇത് എഴുതുകയാണെങ്കിൽ ഈ 4 ഏതായിരിക്കും? UC, UC, UZ, UZ, UCAG. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ 4 എണ്ണവും ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് കോളത്തിൽ വരുമ്പോൾ 4, 4, 4, 4 ഈസിയാണ് ഓർക്കാൻ. ഇവിടെ എന്താ പറഞ്ഞേ? സാർ പ്രപ്പോസ് 3 ആലിയ. സാറ് എന്ന് പറഞ്ഞാൽ സെറീൻ, പ്രപ്പോസ് പ്രൊലീൻ, 3 ത്രിയോണിൻ, ആലിയ അലാനിൻ. സിമ്പിൾ അല്ലേ? അപ്പോൾ സർ പ്രപ്പോസ് 3 ആലിയ, സെറീൻ,
പ്രോലീൻ, ട്രിയോണിൻ ആൻഡ് അലാനിൻ. ഇവർ 4 പേരാണ് സെക്കൻഡ് റോയിലേക്ക് നമുക്ക് വരാം. ഇനി നമുക്ക് തേർഡിലേക്ക് പോവാം. തേർഡിലേക്ക് കുറച്ച് കൂടുതൽ പേരുണ്ട്. അപ്പൊ അവരുടെ നമ്പർ പക്ഷെ ഈസിയാണ്. 2 2 2 2 2 ഈച്ച് കോഡൺ. ഓരോ കോഡോണും 2 എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുമ്പോ ഇവിടെ ഏതാ വരിക? യു എ യു എ യു എ യു എ യു സി എ ജെ സാർ അല്ലേ? എ ജി. ഇതിൽ ആദ്യത്തെ 2 പേര് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനാണെങ്കിൽ രണ്ടാമത്തെ 2 പേര് അടുത്ത അമിനോ ആസിഡിനാണ്. അങ്ങനെ 2 into ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2 into how much? 2 into 8 is equal to 16. അപ്പൊ 8 അമിനോ ആസിഡ്സ് ആണ് ഇവിടെ വരാനുള്ളത്. അവരാരൊക്കെയാണെന്ന് നോക്കാം. കറക്റ്റ് ഓർഡർ ഇതാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സാർ പ്രപ്പോസ്ഡ് 3 ആലിയാം. എന്നിട്ട് കൊച്ചിന്റെ ഒരു ഇത് പറയാണ്. തള്ളി വിടുമല്ലോ നമ്മള്. എന്റെ തൈറോസിൻ സ്റ്റോപ്പായി പോയി. ഹി ഗ്ലാമർ ആശാൻ എന്ത് ചെയ്തു? ലൈൻ അടിച്ച് ആ പാർട്ടിയിൽ വന്നിട്ട് ഒട്ടിയിരിക്കാണ്. അപ്പൊ നമുക്ക് ഇനി ആ കോഡ് ഒന്ന് ഡീകോഡ് ചെയ്താലോ? ഇത്രയേ ഉള്ളൂ. എന്റെ തൈറോസിൻ, ദാറ്റ് ഈസ് തൈറോസിൻ. ഓക്കെ, എന്റെ തൈറോസിൻ. അപ്പൊ ഹാർട്ടിലേക്ക് വരെ എന്റെ തൈറോസിനിലെത്തിയുള്ളൂ. ഓക്കെ, സ്റ്റോപ്പ് ആയി. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ 2 സ്റ്റോപ്പ് കോഡോൺസ്. ഇതാ നമുക്ക് നോക്കാം. നമുക്കറിയാം യു എ എ യു എ ജി ഓൾറെഡി സ്റ്റോപ്പ് കോഡോൺ ആണെന്ന് നമുക്കറിയാം. ദാ ഇവിടെ 2 സ്റ്റോപ്പ് കോഡോൺസ് വന്നിട്ടുണ്ട്. അപ്പോ എന്റെ തൈറോസിൻ എന്തു പറ്റി? സ്റ്റോപ്പ് ആയി പോയി. ഹി ഗ്ലാമർ ആശാൻ, അയാൾ ഗ്ലാമർ ആശാൻ എന്താ അയാൾ ചെയ്തേ? ഹി ഹിസ്റ്റിഡിൻ ഗ്ലാമർ ഗ്ലൂട്ടാമിൻ. ഗ്ലൂട്ടാമിനൊക്കെ ഇഞ്ചെക്ട് ചെയ്തല്ലേ ഇപ്പൊ ആൾക്കാർ ഗ്ലാമർ ആവുക. അപ്പൊ ഗ്ലൂട്ടാമിൻ ആശാൻ അസ്പാർജിൻ. ഓക്കെ, അപ്പൊ ഹി ഗ്ലാമർ ആശാൻ അയാൾ എന്താ ചെയ്തേ? ലൈൻ അടിച്ചിട്ട് ആ പാർട്ടിയിൽ പോയി. ഞാൻ കണ്ടതാ, പാർട്ടിയിൽ പോയി അവളെ എന്ത് ചെയ്തു? ഒട്ടിയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ലൈൻ അടിച്ചു ലൈസിൻ, ആ പാർട്ടി പോയി അസ്പാർട്ടിക് ആസിഡ്. എന്തായാലും തെറ്റില്ല. ആ പാർട്ടി പോയി അസ്പാർട്ടിക് ആസിഡ്. എന്നിട്ട് അവിടെ ഒട്ടിയിരിക്കുന്ന ഏതാ? ഗ്ലൂ അല്ലേ? ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് നമ്മളുടെ തേർഡ് റോയിൽ വരുന്നത്. എന്റെ തൈറോസിൻ സ്റ്റോപ്പ് ആയി പോയി. ദാറ്റ് ഈസ് തൈറോസിൻ 2 സ്റ്റോപ്പ് കോഡോൺ 2. അത് കഴിഞ്ഞിട്ട് ഹിസ് ഗ്ലാമർ ആശാൻ അയാൾ എന്താ ചെയ്ത? ഹി ഗ്ലാമർ ആശാൻ. അപ്പോൾ ഹി ഹിസ്റ്റാമിൻ ഗ്ലാമർ ഗ്ലൂട്ടാമിക് ആസിഡ് ആശാൻ ദാറ്റ് ഈസ് ആസ്പാർജിൻ. എന്നിട്ട് അവ എന്താ ചെയ്തേ? ലൈൻ അടിച്ച് ആ പാർട്ടി പോയി ഒട്ടിയിരുന്നു. അപ്പോൾ ലൈൻ അടിച്ചു, ദാറ്റ് ഈസ് ലൈസിൻ. ആ പാർട്ടി പോയി അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഒട്ടിയിരുന്നു ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഈ റോയിലുള്ള എല്ലാ അമിനോ ആസിഡ്സും 2 എന്നുള്ള രീതിയിലാണ് കോഡോൺസിന്റെ അറേഞ്ച്മെന്റ്. ആൻഡ് ഫൈനലി നമ്മൾ പോകുന്നത് ലാസ്റ്റ് റോയിലേക്കാണ്. ലാസ്റ്റ് റോ ഇച്ചിരി ഡിസ്റ്റർബിംഗ് റോ ആണ്. ആദ്യത്തെ റോ പോലെ തന്നെ നമ്പർ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 2 1 1 4 2 2 4. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. 2 1 1 4. ഓക്കെ, 2 1 1 ആഡ് ചെയ്തപ്പോൾ 4 ആയി. പിന്നെ 2 2 4. പിന്നെ 2 2 ആഡ് ചെയ്തപ്പോൾ 4 ആയി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ 16 ഏതാണെന്ന് നമുക്ക് പഠിക്കാം. ലാസ്റ്റ് റോയില് ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ ലൈൻ അടിച്ച് അവിടെ ഒട്ടിയിരുന്നേക്ക കാര്യം അറിഞ്ഞിട്ട് അയാളുടെ സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ സ്റ്റോപ്പ് ഹർ ട്രിപ്പ് ടു അർജന്റീന. അവളുടെ സിസ്റ്റർ ഇത് അറിഞ്ഞിട്ട് കഥ ഫുള്ള് പറയാണ്. സിസ്റ്റർ സ്റ്റോപ്പ് ഹർ ട്രിപ്പ് ടു അർജന്റീന. സിസ്റ്റർ സിസ്റ്റീൻ സ്റ്റോപ്പ് കോഡോൺ ട്രിപ്പ് ട്രിപ്റ്റോഫാൻ അർജന്റീന ആർജിനിൻ. ഓക്കെ അല്ലേ? ആ സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ അയാൾക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് സാർ അർജന്റീന ഗയ, സാർ അർജന്റീനയിലേക്ക് ഓടിപ്പോയി കളഞ്ഞു. സർ സെറീൻ, പിന്നെയും സാറ് ഇവിടെ നമുക്ക് സാറ് വന്നു, ഇവിടെ സാറ് വന്നു. സെറീൻ അർജന്റീന ആർജിനിൻ ആൻഡ് ഗയ ഗ്ലൈസിൻ. അപ്പോൾ എല്ലാ അമിനോ ആസിഡ്സിനെയും അതിന്റെ കോഡോൺ അനുസരിച്ചിട്ട് പഠിക്കാനുള്ള ഒരു ചാർട്ടാണിത്. നമുക്കറിയാം എങ്കിൽ തന്നെയും സാധാരണയായിട്ട് നമ്മൾ നീറ്റ് എക്സാമിന് കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കുന്ന ഫിനൈലലാനിൻസ്, ചാർട്ട് കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ വെച്ച് തന്നെ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് സംടൈംസ് ദർ ക്യാൻ ബി എ ചാൻസ് ദാറ്റ് യു ഗെറ്റ് എനി ഓഫ് ദി കോഡോൺ. എന്നിട്ട് അതിന്റെ പെർട്ടിക്കുലർ അമിനോ ആസിഡ് ചോദിച്ചു കഴിഞ്ഞാലും വി ക്യാൻ ആക്ച്വലി ഡു ദാറ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതല്ലാതെ അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഇതിൽ എന്തായാലും ഉറപ്പായിട്ട് പറഞ്ഞിരിക്കേണ്ട കോഡോൺസ് ആണ്. ഒന്ന് സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUG, ആർക്കും അറിയാതില്ല, സ്റ്റാർട്ട് കോഡോൺ ആണിത്.
AUG. അതുപോലെ തന്നെ മെഥിയോണിനെ കോഡ് ചെയ്യുന്നു. പിന്നെ ഒന്നാണ് UUU, അത് ഫിനൈൽ അലാനിനെ കോഡ് ചെയ്യുന്നു. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഫിനൈൽ അലാനിന്റെ കഥയാണ്. പിന്നെ നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺസ് UAA, UGA, UAG. ഇത് മൂന്നുമാണ് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് വരും. ഫൈൻ. ഇനി ഇതല്ലാതെ നമുക്ക് വരുന്ന ഒരു സ്പെസിഫിക് കോഡോൺ സെറ്റ് ആണ്. ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈവൻ വിത്തൗട്ട് സ്റ്റഡിങ് ദ കംപ്ലീറ്റ് ടേബിൾ നമുക്ക് ചിലപ്പോൾ മിക്കവാറും മാച്ച് ദ ഫോളോയിങ്സിനെ നമുക്ക് ഒന്ന് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഹോമോജീനസ് കോഡോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം വരുന്നത്. UACG അല്ലെ, അല്ലെങ്കിൽ UAGC. അപ്പൊ നമുക്ക് നോക്കാം UUU, AAA, GGG, CCC. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കോഡ് ഉണ്ട്. UUU ഫിനൈൽ അലാനിൻ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ AAA ലൈസീൻ ആണ്, GGG ഗ്ലൈസീൻ ആണ്, നമുക്ക് ഓർക്കാൻ പറ്റും. GGG ഗ്ലൈസീൻ ആണ്, പക്ഷെ AAA ലൈസീനും CCC പ്രോലീനും ആണ് നമുക്ക് ചിലപ്പോൾ സംശയം തരാം. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കോഡ് ഇതാണ്. യൂസ് ഫിനൈൽ, നമ്മൾ ലൈസോളിന്റെ പരിചയം കാണത്തില്ലേ, യൂസ് ഫിനൈൽ ആൻഡ് ലൈസോൾ ഇൻ ബാത്റൂം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ബാത്റൂമിൽ യൂസ് ചെയ്യണം? യൂസ് ഫിനൈൽ UUU ഫിനൈൽ അലാനിൻ ആൻഡ് ലൈസോൾ. ആൻഡ് എന്ന് പറയുമ്പോൾ AAA ലൈസോൾ ലൈസീൻ. എന്നിട്ട് എന്ത് പറ്റും ബാത്റൂമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ? ഗുഡ് ലൈക്ക് ഗ്ലാസ് പോലെ തിളങ്ങും, വെട്ടിത്തിളങ്ങും. ഇല്ല, ഫിനോൾ പരസ്യമൊക്കെ ഇപ്പൊ കാണില്ല, അതുപോലെ തന്നെ വെട്ടിത്തിളങ്ങാൻ പോവാണ്. ഗുഡ് ലൈക്ക് ഗ്ലാസ്, GGG ഗ്ലൈസിൻ. ആൻഡ് ക്ലീൻ പ്രോപ്പർലി, അത് നല്ല രീതിയിൽ ആ സ്ഥലം ക്ലീൻ ചെയ്യും. ദാറ്റ് ഈസ് CCC പ്രോലീൻ. അപ്പൊ ആരും മറക്കരുത്, ഹോമോജീനസ് കോഡോൺസും ഈവൻ ദ ഇമ്പോർട്ടൻറ്റ് കോഡോൺസും ഫസ്റ്റ് പഠിച്ച ശേഷം, അപ്പൊ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് കോഡോൺസ് നമ്മൾ പഠിക്കുക. അതിനുശേഷം ഹോമോജീനസ് കോഡോൺസ് പഠിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ചാർട്ടിലേക്ക് ബാക്കിയുള്ള കോഡോൺസും അതിന്റെ സ്പെസിഫിക് അമിനോ ആസിഡും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ ഈ ഒരു കോഡ് യൂസ് ചെയ്തോ യൂസ് ചെയ്യാതെയോ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും പഠിച്ച ശേഷം ഈ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. സോ സീ യു വിത്ത് സച്ച് യൂസ്ഫുൾ കോഡ്സ്. ബൈ ബൈ. താങ്ക് യു.